നമ്മളെല്ലാവരും അമൃത് പോലെ വിശ്വസിച്ചിരുന്ന പ്രമേഹത്തിൻ്റെ ഗുളിക പോലും നിർത്തി. എത്ര ഗുളിക നിർത്തി? ഇപ്പം മനസ്സിലായില്ലേ ഗുളികൻ്റെ ഗുണം ഇതാണ്. എന്ത് ക്ലിനിക്കൽ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്? എന്നാൽ കുറേ ആൾക്കാരുണ്ട് കമൻ്റ് ഇടുന്നത്, ഐ കോഫി ഇത്ര പാക്കറ്റ് കുടിച്ചു, എനിക്കൊരു ഫലം കിട്ടിയില്ല, എനിക്കൊരു മാറ്റം കിട്ടിയില്ല. അതിന് മാത്രം ഉണ്ടാവും അവരെ ശരീരത്തിൽ കേട്. ആ കേട് ആദ്യം തീർക്കുക, എല്ലാ അലമ്പും ചെയ്യുക, എന്നിട്ട് പേരിൻ്റെ ഐ കോഫിയും കുടിക്കുക. എന്നെങ്കിലും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും ഒരു മീഡിയയിൽ ഐ കോഫി കുടിച്ചിട്ട് കിഡ്നി അടിച്ചു പോയി എന്നുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ? ഇത് ഏതാ മലയാളത്തിലെ പ്രമുഖ ചാനലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതും വിശ്വസിക്കൂലേ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിയോളി, ഐ കോഫിൻ്റെ കാർട്ടൂൺമേലുണ്ട് അമേരിക്കൻ ക്ലിനിക്കൽ ലാബ് ട്രയൽ നടത്തിയത്, ഇന്ത്യൻ്റെ ക്ലിനിക്കൽ ലാബ് ട്രയൽ നടത്തിയത്. ഇത് ജനങ്ങളിൽ പരിശോധിച്ചിട്ടുള്ള വിവരമാണ് കിട്ടിയത്. അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം, ഇന്ത്യൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റായ ആയുഷ് പ്രീമിയം. ഇത്രയും സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രൊഡക്റ്റ് ഇത് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടും ഇത് കുടിച്ചിട്ട് അങ്ങനെ എങ്ങനെ? ഇതിനാരും പരസ്യം ചെയ്യാനൊന്നും വരില്ല. ഇത് ജനങ്ങളായിട്ട് തിരഞ്ഞെടുത്ത് ജനങ്ങളായിട്ട് വാങ്ങണം. ഇന്ത്യയിൽ നിന്ന് ദശലക്ഷക്കണക്കിൽ പീസ് ഓരോ ദിവസവും കയറി പോകുന്നു വിദേശ രാജ്യങ്ങൾക്ക്. എല്ലാവിധ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൂടിയും സാധനം വരുന്നു. ഈ ഐ കോഫിൻ്റെ ഗുണങ്ങളെ പരീക്ഷിച്ചത് എലികളിലല്ല, മനുഷ്യരിൽ പരീക്ഷിച്ച് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് ഇത് മാർക്കറ്റിൽ ഇറക്കിയത്. ഇത് 500 വർഷം മുമ്പുള്ള പ്രാചീന കാലത്തെ സിസ്റ്റമാണ്. എന്നിട്ടും ഇത് പറയുക ഇത് കുടിച്ചിട്ട് അങ്ങനെയില്ല. ആദ്യം അവനവൻ്റെ ശരീരം ശരിയാക്കി ഇത് കുടിച്ചാൽ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ നല്ല നടപ്പ് നടക്കുകയാണെങ്കിൽ അവർക്കിത് ഫലം കിട്ടും, അല്ലാത്തവർക്ക് ഇത് ഫലം കിട്ടൂല. ഈ ഐ കോഫി കുടിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരാളോട് ചോദിച്ചിട്ട് കുടിക്കും. മിനിമം എന്തുകൊണ്ട് എനിക്ക് പ്രമേഹം വന്നു, എന്താണ് എൻ്റെ പെൻക്രിയാസിൽ സാധനമില്ല, ആ സാധനം ഇല്ലാതായ കാരണം അവനാൻ്റെ ആറാമ്പുറപ്പ് കൊണ്ട് വന്നതാണ്, അത് മാറ്റണം. അതിനാദ്യം അതിൻ്റെ കാര്യം പഠിക്കുക. ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കണ്ടോളി. ഇതാണ് ഇംഗ്ലീഷ് മെഡിസിൻ്റെ അവസ്ഥ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഐ കോഫി കുടിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്കുണ്ടല്ലോ, ഒരു കണ്ണ് തുറന്ന് കാണി. വേണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്തോളി. റിപ്പോർട്ട് ബ്രേക്കിംഗ്. 35 അലോപ്പതി മരുന്നുകളുടെ മിശ്രിതത്തിന് നിരോധനം. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് കേന്ദ്രം നിരോധിച്ചത്. പരിശോധനയില്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി. നിരോധിച്ച മരുന്നുകൾ ഗുരുതര ആരോഗ്യ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കണ്ടെത്തൽ. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, എങ്ങനെയൊക്കെയുള്ള മിശ്രിതങ്ങളാണിപ്പോൾ നിരോധിച്ചിരിക്കുന്നത്? അതിൽ സാധാരണഗതിയിൽ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? സുജയ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ കേന്ദ്ര ഡ്രഗ് കൺട്രോൾ ബോർഡ് ഇവിടെ നിരോധിക്കുന്നത് സ്വാഭാവികമാണ്. അത് സാധാരണ നിരോധിക്കാറുള്ളത് പുതിയ മിശ്രിതങ്ങൾ കണ്ടെത്തുമ്പോഴോ പുതിയ മരുന്നുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോഴോ ആണ്. പക്ഷേ ഇത്തവണ നിരോധിക്കുന്നതിനൊരു വാർത്താ പ്രാധാന്യമുള്ളത്, ഇത്തവണ നിരോധിച്ചിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുകയും എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെ സംസ്ഥാനങ്ങൾ അനുമതി കൊടുത്തതുമായ മരുന്നുകളാണ്. ഈ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ കോമ്പിനേഷനുകൾ ഏറ്റവും അടിയന്തരമായി പിൻവലിക്കുകയോ ഇത് നിർത്തുകയോ വേണം. കാരണം സംസ്ഥാനങ്ങൾ ഈ മരുന്നുകൾക്ക് നിലവിൽ അപ്രൂവ് കൊടുത്തിരിക്കുന്നത് ആരോഗ്യ പരിശോധനകളോ ട്രയലോ കൂടാതെയാണ്. അങ്ങനെ ടെസ്റ്റുകൾ കൂടാതെ അനുമതി കൊടുക്കുകയും വളരെ പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള 35 മരുന്നുകൾ പേരുകൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ, പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന വൊഗ്ലിബോസ് പോലുള്ള ഗ്ലിംപ്രൈഡ് പോലുള്ള മരുന്നുകൾ ഉണ്ട്. അതുപോലെ പ്രഷറുള്ള രോഗികൾക്ക് കൊടുക്കുന്ന, താരന് കൊടുക്കുന്ന മരുന്നുകൾ, അത്തരത്തിൽ 35 മരുന്നുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം ഉപയോഗിച്ച ശേഷമാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ്, വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് ഈ മരുന്നുകൾക്ക് അനുമതി കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഇത് ഉപയോഗിച്ചവർ അതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഈ മരുന്ന് പിൻവലിക്കുന്നു, നിരോധിക്കുന്നു എന്നതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.